ഹായ് ഡിയേഴ്സ്, ലിഗീസ് ഫാഷൻ ഹാവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ വീണ്ടും നമ്മുടെ പുതിയ കളക്ഷൻസുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ന് കാണിക്കുന്ന കളക്ഷൻസ് എല്ലാം നമ്മുടെ ഒരു പാർട്ടി വെയർ റേഞ്ചിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഫെസ്റ്റിവലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ഫംഗ്ഷനോ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇടാൻ പറ്റുന്ന കളക്ഷൻസാണ് ഇന്ന് കാണിക്കുന്ന. ഓൾമോസ്റ്റ് എല്ലാം തന്നെ. അപ്പോൾ അതിനകത്ത് 2 പീസ് ഉണ്ട്, 3 പീസ് ഉണ്ട്, സിംഗിൾ കുർത്തീസ് ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ തുടക്കം ഞാനൊരു ഇൻട്രോ ആയിട്ട് അങ്ങ് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പം നമ്മൾ ഇന്ന് കാണിക്കുന്ന കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സൈസ് വെച്ച് തന്നെ ചോദിക്കണം. കാരണം ഇത് ലിമിറ്റഡ് സ്റ്റോക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പലതും ഞാൻ പല കളേഴ്സൊക്കെ വെയിറ്റിംഗ് ആയിരുന്നു. പക്ഷെ നമ്മൾ ഇതൊന്നും നമുക്ക് ഈ അടുത്ത കാലത്ത് കിട്ടാത്ത കളേഴ്സ് അല്ലെങ്കിൽ കിട്ടാത്ത പാറ്റേൺസ്, വെറൈറ്റി ആയിട്ടുള്ള പാറ്റേൺസ് ഒക്കെയാണെന്ന് കാണിക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. നമുക്കതിന് നല്ല ഡിമാൻഡ് ഉണ്ടാവുമെന്ന് നേരത്തെ കൂട്ടി അറിയിക്കുകയാണ്. നിങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ അടുത്ത് എൻക്വയറി പെട്ടെന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നിങ്ങൾ ചോദിക്കുമ്പോൾ സൈസ് വെച്ച് ചോദിക്കണം. ഇനിയിപ്പോൾ നമ്മുടെ റെഗുലർ കസ്റ്റമർ ആണ്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുള്ളവരാണെങ്കിൽ പോലും സൈസ് വെച്ച് ചോദിക്കണം. കാരണം നമുക്ക് പുറകോട്ട് പോയി തപ്പാൻ സമയമില്ല നിങ്ങൾ ഏത് സൈസാണ് എടുക്കണേന്ന്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ക്ലോസ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ M സൈസ് അവൈലബിൾ ആണോ, ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. പെട്ടെന്ന് തന്നെ നമുക്ക് അതിനൊരു തീരുമാനമാക്കാൻ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത് സൈസ് വെച്ച് തന്നെ ചോദിക്കണം കേട്ടോ. ഓക്കെ. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിലുള്ള ബെൽ ബട്ടണിൽ ഓൾ തന്നെ പ്രസ് ചെയ്യുക. അപ്പോഴാണ് നമ്മളിടുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ്സാവാണ്ട് കിട്ടുള്ളൂ. നമ്മൾ ഡെയിലി വീഡിയോസ് ഇടാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം ഉള്ളത്. അതുകൊണ്ട് നിങ്ങളതൊന്ന് ഓർത്ത് വെച്ചേക്കാം. പിന്നെ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തലേദിവസമേ പറയും ഏതൊക്കെ ദിവസമാണ് വീഡിയോ ഉണ്ടാവുക, അല്ലെങ്കിൽ നാളെ വീഡിയോ ഉണ്ടെന്നുള്ള കേസ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനകത്ത് ജോയിൻ ചെയ്യാം. ഓക്കെ. അപ്പോൾ പിന്നെ പോസ്റ്റൽ വേണ്ടവർ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം പോസ്റ്റലാണെന്ന്, അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് DTDC ആയിരിക്കും അയക്കുക. നോർമലി നമ്മളെല്ലാം DTDC ആണ് അയക്കണം. പോസ്റ്റൽ വേണമെന്ന് പറയുന്നവർക്ക് മാത്രമാണ് പോസ്റ്റൽ അയക്കുള്ളൂ. അതും കൂടി ഒന്ന് ഓർത്തേക്കാം. ഓക്കെ. അപ്പോൾ നമ്മുടെ കളക്ഷൻസിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺ നല്ല രസമുള്ള ഒരു വിചിത്ര സിൽക്കിൽ ഷിബോറി പ്രിൻ്റ് വരുന്നതാണ് കേട്ടോ. വിചിത്ര സിൽക്ക് നമുക്ക് ഓൾമോസ്റ്റ് അറിയുണ്ടാവും. സിൽക്കിൽ തന്നെ അത്ര കോസ്റ്റ്ലി അല്ല, എന്നാൽ നമുക്കൊരു സിൽക്കിൻ്റെ പോലത്തെ എല്ലാ പ്രോപ്പർട്ടീസും കിട്ടുന്ന ടൈപ്പിലുള്ളൊരു മെറ്റീരിയലാണ്. അപ്പോൾ ഒരു ഷൈനിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല രസമുള്ള ഒരു ഐറ്റമാണ്. അതിനകത്ത് നമുക്കിങ്ങനെ മിക്സഡ് ആയിട്ട് ഇങ്ങനെ ഷിബോറി പ്രിൻ്റ് എന്ന് പറയും. പണ്ട് ഇതിൽ റയോണിലൊക്കെ നമ്മളിങ്ങനത്തെ ഫ്രോക്ക് പോലത്തെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഈ ഒരു കൈൻഡ് ഓഫ് മെറ്റീരിയലിൽ ഉണ്ട്. ഇവിടെ കൊടുത്തിട്ടുള്ളത് ഹെവി ആയിട്ടുള്ള കട്ട് വർക്കാണ് കൊടുത്തിട്ടുള്ളത്. കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും സീക്വൻസ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മാത്രം ചെറിയ ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഇട്ടാൽ രണ്ട് സൈഡിലും ഇങ്ങനെ ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ സെൻറ്റർ പോർഷനിൽ പ്ലെയിൻ, അതായത് പ്ലെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ അങ്ങനെ പോകുന്നത് കേട്ടോ. ഇതൊരു ഡാർക്ക് പർപ്പിൾ ചാർട്ടിൽ വരുന്ന ഒരു കളർ, ഡാർക്ക് പർപ്പിൾ ലൈറ്റ് പർപ്പിൾ, ആ ഒരു കോമ്പിനേഷനാണ് ഷിബോറി പ്രിൻറ്റിൽ വരുന്നത് കേട്ടോ. നല്ല രസമുള്ള പാറ്റേൺ ആണ്. മീഡിയം ടു XXL സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല ലെങ്ത്ത് വരുന്നുണ്ട് കുർത്തിക്ക്. ഓൾമോസ്റ്റ് ഒരു 46 ആ റേഞ്ച് വരുന്നുണ്ട് കേട്ടോ. 46. അപ്പോൾ നിങ്ങൾക്ക് ലെങ്ത്ത് ഇത്ര വേണ്ടെന്നുള്ളവരാണെങ്കിൽ കട്ട് ചെയ്യാം. നിങ്ങൾക്ക് ധൈര്യമായിട്ട് കട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. പുറകു വശം ഇതേപോലെ തന്നെയാണ് വരുന്നത്. ഓക്കെ അല്ലേ. നെക്ക് പാറ്റേൺ ഒരിച്ചിരി എന്താ പറയുക, ഒരു സ്ക്വയർ നെക്ക് പോലത്തെയാണ് വന്നിട്ടുള്ളത്. നോർമലി നമുക്കൊരു വി നെക്ക് അല്ലെങ്കിൽ U ഒക്കെയാണ് വരാറ്. അപ്പോൾ ഇത് ഇച്ചിരി സ്ക്വയർ നെക്ക് പോലെയാണ്. എന്നാൽ നമുക്ക് കംഫർട്ടായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതെനിക്കൊന്ന് M ആണെങ്കിലും എനിക്കൊന്ന് ഷേപ്പ് ചെയ്യാൻ പാകത്തിനുണ്ട്. എന്നാലും നമുക്ക് കഴുത്ത് അങ്ങനെ അത്ര വൈഡായിട്ട് തോന്നുന്നില്ല. സോ ഇങ്ങനെ അത് നമുക്ക് ഭയങ്കര എന്താ പറയുക, ഒരു ബോട്ട് നെക്ക് പോലെയൊക്കെ ഇടുമ്പോൾ ഇച്ചിരി വൈഡായിട്ട് പോലെ തോന്നും. എന്നാലും ഇത് നോർമലിനേക്കാൾ ഇച്ചിരി കൂടി വൈഡാണെങ്കിലും നമുക്ക് കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് കളർ വരുന്നത്. ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ഞാൻ ക്ലോസർ വ്യൂവിൽ കാണിക്കാം. ഇതേണ്ട, ഇങ്ങനെയാണ്. ഒരു ഡാർക്ക് ടു ലൈറ്റ് ചാർട്ടാണ്. ഇവിടെ നല്ല ഹെവി ആയിട്ടാണ് വർക്ക് കൊടുത്തിട്ടുള്ളത്. നല്ല രസമുള്ള നല്ല നീറ്റായിട്ടുള്ള വർക്കാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. സീക്വൻസ് വർക്കും കട്ട് വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയ ഗ്യാദേഴ്സ് പോലെ കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലേക്കും അങ്ങനെ തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഒരു പാർട്ടി വെയർ ലുക്കിൽ ഇടാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 799 ആണ് കേട്ടോ. പുറകു വശം ഇങ്ങനെ വരും. ഉള്ളിൽ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കുർത്തി വരുന്നത്. ഇതാണ് ഫസ്റ്റ്. ഇതിൻ്റെ ഒരു കളർ ഷെയ്ഡും കൂടി ഉണ്ട്, അതും കൂടി കാണാം. സെക്കൻഡ് കളർ വന്നിട്ടുള്ളത് ഒരു ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ. നേരത്തേത് ഡാർക്ക് പർപ്പിൾ ഷെയ്ഡും ഉണ്ട്. ഇതൊരു ഡാർക്ക് പർപ്പിൾ ചാർട്ട് വന്നിട്ടുള്ളതും
ഇത് വന്നിട്ടുള്ളത് ഒരു ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ. വർക്ക് കാര്യങ്ങളൊക്കെ സെയിം ആണ്. നല്ല രസത്തിൽ ഇവിടെ രണ്ട് സൈഡിലും വർക്ക് കൊടുത്തിട്ടുണ്ട്, ചെറിയ ഗ്യാദേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. പുറകു വശം എന്താ ഇങ്ങനെ കേട്ടോ. ഇപ്പോൾ രണ്ട് കളറും കാണിച്ചു. M2XXL 799 ആണ് പ്രൈസ് വരുന്നത്. ലൈറ്റ് ചാർട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു കളർ എടുക്കാം, അതല്ല ഇച്ചിരി കൂടി ഡാർക്ക് ചാർട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ആ കളർ എടുക്കാം. രണ്ട് നല്ല കളറാണ്, കാണാൻ നല്ല രസമാണ്. ഷിബോറി പ്രിൻറ്റ് നോർമലി എപ്പോഴും നമുക്ക് നല്ല ഡിമാൻഡുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, എപ്പോഴും ഒരു എവർഗ്രീൻ എന്നൊക്കെ പറയുന്ന പോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വർക്കാണ് ഈ ടൈ ആൻഡ് ഡൈ അല്ലെങ്കിൽ ഷിബോറി ഒക്കെ പോലെയുള്ള വർക്കുകൾ കേട്ടോ. ആ പാറ്റേണിൽ വരുന്ന നല്ല രസമുള്ള ഒരു ലൈൻ സ്റ്റൈലിഷ് ആയിട്ടുള്ള കുർത്തിയാണ്. നമുക്കൊരു സെമി പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത കളക്ഷൻ കാണാം. അടുത്ത് വന്നിട്ടുള്ളത് ജോർജറ്റ് മെറ്റീരിയൽ, ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക്. നോർമലി നമുക്ക് ഇങ്ങനെ ഒരു യോക്ക് ഏരിയ മാത്രമേ വർക്ക് ഉണ്ടാവുള്ളൂ, ഇത് ഇങ്ങോട്ട് സൈഡിലേക്കും കൂടി വർക്ക് പോകുന്നുണ്ട്. എന്നാൽ ഫ്ലീറ്റ്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത് ഈ പാറ്റേണിൽ ഈ ഫ്രണ്ടിലാണ്. വളരെ ചെറിയ ഫ്ലീറ്റ്സ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്, ഇവിടേക്ക് ഫ്ലീറ്റ്സ് ഇല്ല. ഇങ്ങനെയാണ് കേട്ടോ പാറ്റേൺ. പലതും പല രീതിയിലാണ് വരുന്നത്. ഇത് കാണാൻ നല്ല രസമാണ് കേട്ടോ. എന്താ പറയുക, നമുക്ക് എപ്പോഴും കിട്ടുന്നൊരു കളറല്ല കോഫി ഷെയ്ഡ് എന്നൊന്നും പറയുന്നത്, പക്ഷെ നല്ല രസമാണ്. കോഫി നമുക്കിപ്പോൾ ബ്ലൗസിൽ കൊണ്ടുവന്നാലും എപ്പോൾ കൊണ്ടുവന്നാലും കോഫിക്ക് നല്ല ഡിമാൻഡുള്ള റേറ്റുമാണ്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഈ പാറ്റേണിൽ തന്നെ ചിലപ്പോൾ ഇതിൻ്റെ വേറെ കളേഴ്സ് ഉണ്ടെങ്കിലും നമ്മളെപ്പോഴും കാണിക്കുന്ന കളേഴ്സ് ആണെങ്കിൽ ചിലപ്പോൾ ഞാനത് സ്കിപ്പ് ചെയ്യും. അതിൽ വെറൈറ്റി കളർ ഉണ്ടെങ്കിൽ എടുത്തിട്ട് വരും. അങ്ങനെ ഇന്ന് നമ്മൾ രണ്ട് കളറാണ് എടുത്തിട്ടുള്ളത്. ചിലപ്പം എത്ര കളേഴ്സ് ഉണ്ടെങ്കിലും അതൊന്നും കാണാൻ ഒരു രസം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ബ്ലാക്ക്, റെഡ് അങ്ങനത്തെ കളേഴ്സ് തന്നെ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ ഓർഡർ എടുക്കുന്ന ഒരു രീതി വരുന്നത് കേട്ടോ. ചിലർ ചോദിക്കുക എന്തിനാ ഇങ്ങനത്തെ ഈ കളേഴ്സെല്ലാം എപ്പോഴും കൊണ്ടുവരുന്നത്, പക്ഷെ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന മറ്റ് കളേഴ്സ് അത്ര നല്ല അല്ലാതെ എനിക്ക് ഉള്ളപ്പോഴാണ് ഞാൻ അങ്ങനെ എടുത്തിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നല്ല രസമുള്ള ജോർജറ്റ് മെറ്റീരിയൽ, ചെറിയ ഫ്ലീറ്റ്സ് കൊടുത്ത് നല്ല ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക്. ഹെവി എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടൊക്കെ കൊടുത്തിട്ടുള്ളതും ഇതൊക്കെ കൊടുത്തിട്ടുള്ളത് ഹാൻഡ് വർക്കിൽ തന്നെയാണ്. നല്ല നീറ്റായിട്ടാണ് ഇത് വർക്കൊക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ. നല്ല ഭംഗിയാണ്. ഒരു മെഷീൻ എംബ്രോയിഡറിയിലൊക്കെ ചെയ്യുന്ന പോലത്തെ ഒരു വർക്ക് ഹാൻഡ് വർക്കിൽ കട്ട് ബീഡ്സ് വെച്ചാൽ ചെയ്തേക്കണം. നെക്ക് പാറ്റേണും അത് ഹെവി ആയിട്ട് ചെയ്തിട്ടുള്ളൂ. ഇതിൻ്റെ പ്രൈസ് 699 മാത്രമേ വരുന്നുള്ളൂ. 699 രൂപ മാത്രമേ വരുന്നുള്ളൂ. നിങ്ങൾ ആലോചിക്കാൻ നല്ല രസമുള്ള ഹെവി ആയിട്ട് ഇത്രയും വർക്കൊക്കെ കൊടുത്ത് ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കിടിലൻ ഒരു ജോർജറ്റ് കുർത്തിയാണ് വരുന്നത്. M2XXL ആണ് സൈസ് ചാർട്ട് വരുന്നത്. ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ ഞാൻ കാണിക്കാം. ഇതാ ഇങ്ങനെ വരും കേട്ടോ. നിങ്ങൾക്ക് അടുത്തേക്ക് കാണുമ്പോൾ ഇച്ചിരി കൂടി ലൈറ്റ് കളറായിട്ട് തോന്നും, പുറകിലേക്ക് പോകുമ്പോൾ ഇച്ചിരി ഡാർക്ക് കളറായിട്ട് തോന്നും. നിങ്ങൾക്ക് എങ്ങനെ പോയാലും ക്യാമറയിൽ ഒരു ചെറിയ കളർ ഡിഫറൻസ് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ ഉണ്ടാവും. ഇതിൽ എക്സാക്റ്റ് ഏത് കളറാണ് നിങ്ങളുടെ ഫോണിലുള്ള ഡിസ്പ്ലേയിൽ കാണുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഒരാൾക്കും ഇങ്ങനെ ഓൺലൈൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഇങ്ങനെ കളർ എക്സാക്റ്റ് ഇതാണെന്ന് പറയാൻ പറ്റില്ല. കാരണം എല്ലാവരും കാണുന്നത് പല പല ഫോണുകളിലാണ്. പലരുടെയും ഡിസ്പ്ലേയും അതിൻ്റെ റെസൊല്യൂഷനൊക്കെ വ്യത്യാസം ഉണ്ടാവും. അതെല്ലാവരും ഒന്ന് മനസ്സിൽ വെച്ചേക്കാട്ടോ. എൻ്റെ കൺസെപ്റ്റിൽ ഇത് നല്ല ഡാർക്ക് കളറിലുള്ള ഒരു കോഫി ഷെയ്ഡാണ്. ഓക്കെ, ഇങ്ങനെ അടുത്തേക്ക് വരുന്തോറും ഇത് ലൈറ്റായിട്ട് തോന്നുന്നുണ്ട്. അത്രയും ലൈറ്റ് അല്ല, എന്നാൽ അത്രയും ഡാർക്കും അല്ല, അങ്ങനെ ഒരു കളർ ചാർട്ടിലാണ് വരുന്നത് കേട്ടോ. ഇതിന് ഓൾമോസ്റ്റ് നമുക്കൊരു 47ഓളം ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട്. എനിക്ക് ലെങ്ത്ത് ഇല്ലാത്തതുകൊണ്ട് എല്ലാം തന്നെ ഓൾമോസ്റ്റ് നല്ല ലെങ്ത്തായിട്ട് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിക്ക് അനുസരിച്ച് ലെങ്ത്ത് ഇത്ര വേണ്ടെങ്കിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. സ്ലീവ് വരുന്നത് ഒരു 15 ഇഞ്ച് ലെങ്ത്താണ്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലും ബോഡി പോർഷനിൽ നല്ല ക്രേപ്പിൻ്റെ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ഫുൾ ലെങ്ത്തിൽ തന്നെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. താഴെ വരുന്നത് കണ്ടോ, താഴ്ഭാഗം ചെറിയ പ്ലീറ്റ്സിലാണ് കൊടുത്തിട്ടുള്ളത്. പുറകുവശം നോർമൽ ലൈനാണ്, വേറെ വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതാണ് കുർത്തിയുടെ ലുക്ക് വരുന്നത്. M2XXL ആണ് കേട്ടോ. ഇങ്ങോട്ട് വരെയും വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് കളർ വരുന്നത്. ഇനി ഇതിൻ്റെ നെക്സ്റ്റ് കളർ കാണാം. അടുത്ത കളർ വന്നിട്ടുള്ളത് നല്ല രസമുള്ള ഒരു വയലറ്റ് ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ രണ്ട് കളറും നല്ല കളേഴ്സാണ്, നല്ല വർക്കും കാര്യങ്ങളാണ് പോയിട്ടുള്ളത്. M2XXL സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ള. പ്രൈസ് വരുന്നത് 699 മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ഇവിടെ മാത്രമാണ് നമുക്ക് ഗ്യാദേഴ്സ് അല്ലെങ്കിൽ ചെറിയ ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നിന്നോ
പുറകിലൊക്കെ നോർമലാണ്, കട്ടിങ്ങോ അല്ലെങ്കിൽ പ്ലീറ്റ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല. നല്ല രസമുള്ള ഒരു ജോർജറ്റ് കുർത്തിയാണ്, ലൈനിങ്ങോട് കൂടി എ ലൈനിൽ വരുന്ന ഒരു കുർത്തിയാണ് കേട്ടോ. അപ്പോൾ കളേഴ്സ് നോക്കുക, നിങ്ങൾക്ക് ഇതിൽ ഏത് കളറാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ അതെടുക്കുക. ഇതിലേതാ കൂടുതൽ ഭംഗി എന്ന് ചോദിക്കരുത്, 2 കളറും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കളറാണ്. അതുകൊണ്ട് എന്നോട് അഭിപ്രായം ചോദിക്കരുത്, എനിക്കതിലൊരു അഭിപ്രായം പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ പറയും 2 എടുത്തോളാൻ, അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ വേഗം തന്നെ ഓർഡർ എടുക്കണം. ഫെസ്റ്റിവൽ സീസൺ ആണ്, ഇനി വെക്കേഷൻ ആണ്, കല്യാണങ്ങളും അല്ലെങ്കിൽ ടൂറോ അല്ലെങ്കിൽ ഈ പറയുന്ന അമ്പലങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള യാത്രകളൊക്കെ പോകുമ്പോൾ നമുക്ക് നല്ല സ്റ്റൈലിഷ് ആയിട്ട് അത്ര പ്രൈസ് റേഞ്ച് ഇല്ലാത്ത രീതിയിൽ നമുക്ക് അടിപൊളിയായിട്ട് പോകാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. മിസ് ചെയ്യാണ്ട് തന്നെ എല്ലാവരും പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക കേട്ടോ. ലിമിറ്റഡ് സ്റ്റോക്കാണ്. ചിലർ വിചാരിക്കും എന്താണ് പെട്ടെന്ന് തീർന്നു പോകുന്നത്, നമുക്ക് ഭയങ്കര എൻക്വയറി ഉണ്ടാവും ചിലതിന്. എന്നാൽ ചിലത് നിങ്ങൾ പിറ്റേ ദിവസമോ അല്ലെങ്കിൽ അടുത്ത ആഴ്ച ചോദിച്ചാലോ നമ്മുടെ കയ്യിൽ തരാൻ പ്രൊഡക്റ്റ് ഉണ്ടാവും, പക്ഷെ ചിലത് ഉണ്ടാവില്ല. അതങ്ങനെയാണ്. അത് എല്ലാം എടുക്കുന്നത് ഞാൻ തന്നെയാണ്, പക്ഷെ നമുക്കതൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ ആൾക്കാർക്ക് എങ്ങനെയാണ് എന്നുള്ള കേസ്. ഓക്കെ, അപ്പോൾ ഇതാണ് സെക്കൻഡ് കളർ കേട്ടോ. നല്ല രസമുള്ളൊരു വയലറ്റ് ഷെയ്ഡാണ്. അടുത്ത കളർ കാണാം. അടുത്ത കളറല്ല, അടുത്ത കളക്ഷൻ കാണാം. അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് ചിക്കൻ കറിയാണ് കേട്ടോ. ആരാണ്ടൊക്കെ നമ്മളോട് കമൻറ്റ് ചെയ്തിട്ടോ ഡയറക്റ്റോ മെസ്സേജ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ചിക്കൻ കറി ഭയങ്കര ട്രെൻഡാണ്, എന്താ നമ്മുടെ ചാനലിൽ അത് കൊണ്ടുവരാത്തതെന്ന്. നമ്മളിപ്രാവശ്യം ചിക്കൻ കറി കൊണ്ടുവന്നിട്ടുണ്ട്. ചിക്കൻ കറി എന്ന് പറയുമ്പോൾ കുറേ കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ ഓടിക്കൊണ്ട് നടക്കുന്നതാണ് ചിക്കൻ കറി. പക്ഷെ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് ചിക്കൻ കറിയുടെ ഒരു വർക്കിലുള്ള കുർത്തി കൊണ്ടുവരുന്നത്. ലക്നവി ആണ് ശരിക്കും ഇതിൻ്റെ വർക്ക് വരുന്നത്. നമ്മുടെ ഒരു നാടൻ ഒരു ഫാഷൻ അല്ല ശരിക്കും ഇത്. പക്ഷേ ഇത് നമ്മുടെ നാട്ടിൽ ചിക്കൻ കറിയുടെ കുർത്തികൾ മാത്രം സെയിൽ ചെയ്യുന്ന കടകൾ പോലും, റീറ്റെയിൽ കടകളുണ്ട്. അത്രയധികം ഡിമാൻഡുള്ള ഒരു ഐറ്റമാണ് ചിക്കൻ കറി എന്ന് പറയുന്നത്. അതിപ്പം ചിലത് കോട്ടണിലാണ്, ചിലത് റയോണിലാണ്, ചിലത് ജോർജറ്റിലാണ്, ചിലത് ലിനനിലാണ്. അങ്ങനെ പലതരം മെറ്റീരിയലിൽ പല റേഞ്ചിൽ ഈ സാധനം നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ കിട്ടാനുണ്ട്. അപ്പം നമ്മുടെ ചാനലിൽ വരാത്തത് എന്താണ് എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരമാണ് നമ്മൾ ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളത്. ഒരുപാട് കളേഴ്സ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. നമ്മൾ 2 റയറായിട്ടുള്ള സാധാരണ കാണാത്ത, നമ്മുടെ കയ്യിൽ കാണാത്ത, എന്നാൽ ചിക്കൻ കറിയിൽ ഇഷ്ടംമാതിരി കാണുന്ന ഒരു കളർ തന്നെയാണ്. ഒരു പൗഡർ പിങ്ക് എന്ന് പറയും ഇത് കളർ വന്നിട്ട്. ഇത് കംപ്ലീറ്റ് ത്രെഡ് വർക്കാണ്, നല്ല രസത്തിലുള്ള ഒരു ത്രെഡ് വർക്കാണ്. യൂനെക്കാണ് വന്നിട്ട് ഇത്രയും റിച്ച് ആയിട്ട്. ഇനി നമ്മളുടെ കയ്യിൽ മാത്രം ഇതില്ല എന്നൊരു പരാതി വേണ്ട, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഇതുവരെയ്ക്കും അങ്ങനെ ചിക്കൻ കറി വർക്കിൻ്റെ കുർത്തി ഇട്ടിട്ടില്ല എന്നുള്ളവരൊക്കെ ധൈര്യമായിട്ട് മേടിക്കുക. കാരണം അത്രയും റിച്ച് ആൻഡ് ഹെവി വർക്കാണ്. നല്ല ലെങ്ത്ത് വരുന്നുണ്ട്, ഒരു 48ഓളം ലെങ്ത്ത് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇത്ര ലെങ്ത്ത് വേണ്ടെങ്കിൽ ധൈര്യമായിട്ട് കട്ട് ചെയ്ത് എടുക്കാവുന്നതേ എന്നുള്ളൂ. പക്ഷെ ഒരു സ്റ്റൈലിൽ അങ്ങനെ ഇടുന്നവരുമുണ്ട് നല്ല ലെങ്ത്തിൽ. ഇതൊക്കെ ജീൻസിൻ്റെ കൂടെയൊക്കെ ചിക്കൻ കറി വർക്കിൻ്റെ കുർത്തികൾ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നല്ല ലെങ്ത്തിൽ. പക്ഷെ പണ്ടൊക്കെ ചിക്കൻ കറിക്ക് ഇന്നർ വേറെ പുറമേ ഇങ്ങനെ, നമ്മുടെ നാട്ടിലെ ശൈലി ലൈനിങ്ങോട് കൂടിയാണ്, പക്ഷെ പുറത്ത് അങ്ങനെയല്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയുണ്ടാവും, ഞാൻ വെറുതെ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഇതാണ് വരുന്നത്. 48 ഇഞ്ചോളം ലെങ്ത്ത് വരുന്നത്, സ്ലിറ്റഡ് ആണ്, ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത്. നമ്മുടെ കയ്യിലുള്ളത് ജോർജറ്റ് മെറ്റീരിയലിലാണ് വരുന്നത് കേട്ടോ. ഇതിന് സ്ലീവ് വന്നിട്ട് ഒരു 14.5 to 15 ലെങ്ത്ത് വരുന്നത്. വിത്തൗട്ട് ലൈനിങ്ങിലാണ് സ്ലീവ് വരുന്നത്. കണ്ടോ, ഇതാണ് ഇതിൻ്റെ വർക്ക് വരുന്നത്. നല്ല ഹെവി ആയിട്ട് നല്ല ലെങ്ത്തിലാണ് വർക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഓവറോൾ ഇതുപോലെ ത്രെഡ് വർക്ക് ഇങ്ങനെ പോയിട്ടുണ്ട്. ഇതാണ് വരുന്നത്. പുറകുവശം ഇതുപോലെ പ്ലെയിനിലാണ് വരുന്നത് കേട്ടോ. ഫ്രണ്ട് പോർഷനിലാണ് വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു പൗഡർ പിങ്ക് പോലത്തെ ഒരു കളറാണ് വരുന്നത്. കണ്ടോ, ചെറിയ സീക്വൻസ് വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ചിക്കൻ കറിയുടെ വർക്ക് വരിക. ഓക്കെ, സ്ലിറ്റഡ് ആണ് ഞാൻ പറഞ്ഞു, ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത്. M2 XXL സൈസസിലാണ് കുർത്തി അവൈലബിൾ ആയിട്ടുള്ള. പ്രൈസ് വരുന്നത് 699 മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ലൈറ്റ് കളേഴ്സ് അല്ലെങ്കിൽ ഇത്രയും ഹെവി വർക്ക് വരുമ്പോൾ കളർ അത്ര ലൈറ്റായിട്ട് ഇരിക്കുന്നതാണ് നല്ലത്. ചിക്കൻ കറിയിലും കൂടുതലും വരുന്നത് ലൈറ്റ് ചാർട്ട് തന്നെയാണ്. പിന്നെ ചിലർക്ക് ഡാർക്ക് ചാർട്ടിൽ ഇടാൻ ഇഷ്ടമുള്ളവരുണ്ടാവും. അപ്പം അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് ഡാർക്ക് ചാർട്ട് കൊണ്ടുവരുന്നത്. കൂടുതലും ഇങ്ങനെ ലൈറ്റ് ചാർട്ടുകളിലാണ്, ലാവണ്ടർ ഇതുപോലെ ഒരു ലൈറ്റ് പിങ്ക് അങ്ങനെയുള്ള കളേഴ്സുകളിലാണ് കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ വരുന്നത്. ഫസ്റ്റ് കളർ വരുന്നത് ഇതാണ്, M2 XXL 699. ഇതിൻ്റെ വേറൊരു കളറുണ്ട്, അതും കൂടി കാണാം.
അടുത്ത കളർ ചാർട്ട് വന്നിട്ടുള്ളത് ഇതാ ഇങ്ങനെ ഒരു ഷെയ്ഡാണ്. ഇതൊരു പീച്ച്, എന്താ പറയുക, ബ്രൗൺ അല്ല, അന്നൊരു പീച്ചും അല്ല, അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ. എക്സാക്റ്റ് എനിക്ക് കളറിൻ്റെ പേര് പറയാൻ അറിയില്ല. ഇതിൽ കാണുന്ന ഓൾമോസ്റ്റ് ഒരു കളറാണ്, റയറായിട്ട് വരുന്ന ഒരു കളറാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലില്ല, ഈ കളർ ഓക്കെ ആണെന്നുള്ളവർ മേടിക്കുക. എനിക്ക് എക്സാക്റ്റ് കളറിൻ്റെ പേര് പറയാൻ അറിയില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഒരു പീച്ച് പോലെയും തോന്നുന്നുണ്ട്, ബ്രൗൺ അല്ല, ഒരു ഡസ്റ്റി ഓറഞ്ച് എന്ന് പറയാനും പറ്റില്ല, എനിക്കറിയില്ല. അത് പറഞ്ഞ പ്രശ്നം തീർന്നല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. സ്ലിറ്റഡ് ആണ്, നല്ല ലെങ്ത്ത് വരുന്നുണ്ട്, 48ഓളം ലെങ്ത്ത് വരുന്നുണ്ട്. നമുക്ക് എത്ര ലെങ്ത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് അത് കട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വർക്ക് ഇങ്ങനെ ഓവറോളായിട്ട് ഇങ്ങനെ നീണ്ടു പോകുന്നതാണ്. ആ ഒരു ലെങ്ത്തിനനുസരിച്ച് കട്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഇതൊരു നല്ല ലെങ്ത്തിൽ ഇടുന്ന ടൈപ്പാണ് വരുന്നത്. അപ്പോൾ ലെങ്ത്തിൽ ഇടുന്നവർക്ക് അങ്ങനെ ഇടാം, പ്രശ്നമില്ല. ഇപ്പം എനിക്ക് നോർമലി 5 അടിയുള്ളൂ, ഞാൻ ആ 5 അടി എനിക്കുള്ള ഇത് ഇത്രയും ലെങ്ത്തിൽ വരുന്നുണ്ടെങ്കിൽ നോർമൽ നല്ല ഹൈറ്റ് ഉള്ളവർക്ക് ഇതൊന്നൊരു പ്രശ്നമുള്ള ഹൈറ്റ് അല്ല. അങ്ങനെ ഞാൻ പറഞ്ഞു, ഇതിൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നത് അങ്ങനെയാണ് കേട്ടോ. അപ്പം സെക്കൻഡ് കളർ വരുന്നത് ഇതാണ്. ചിലർക്ക് തോന്നും നമ്മൾ സിനിമയിലെ ഡയലോഗ് പറയുന്ന ഒരു തേങ്ങ ഉടക്കി സ്വാമി കഥയിൻ്റെ കാര്യങ്ങളൊന്നും പറയണ്ടാന്ന്. പക്ഷെ എനിക്ക് തേങ്ങയുടെ ഗുണവും വിലയൊക്കെ പറഞ്ഞാലേ എനിക്കിങ്ങനെ ഒരു ഫ്ലോയിൽ ഇതങ്ങൾ പറഞ്ഞ് തീർക്കാൻ പറ്റുള്ളൂ. ഒറ്റയടിക്ക് ഇതിങ്ങനെയാണ് അങ്ങനെ പറഞ്ഞ് ശീലമില്ല. ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞേ എനിക്ക് ശീലമുള്ളൂ. അപ്പോൾ സ്പീഡ് കൂട്ടി കാണാൻ താല്പര്യമുള്ളവർ അങ്ങനെ കണ്ടോളൂ കേട്ടോ. സ്കിപ്പ് ചെയ്ത് കാണാതിരിക്കാനാണ് എപ്പോഴും ഞാൻ പറയാറ്. എനിക്ക് സൈസിൻ്റെ കേസൊക്കെ പറയുന്ന രീതിയിൽ പറയുമ്പോൾ വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത് M2XXL ആണ്, 699 ആണ് പ്രൈസ് വരുന്നത്. അടുത്ത പാറ്റേൺ കാണാം. അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് ചിക്കൻ കാരിയുടെ 3 പീസ് സെറ്റാണ്. പക്ഷേ ഇത് ഈ ഒരൊറ്റ കളർ ചാർട്ട് മാത്രം, വളരെ ലിമിറ്റഡ് സ്റ്റോക്കാണ് ക്വാണ്ടിറ്റി ഉള്ളത്. ഇത് കണ്ടിട്ട് എടുക്കാതിരിക്കാൻ എനിക്ക് തോന്നിയില്ല. പക്ഷെ ക്വാണ്ടിറ്റി അധികം ഇല്ലാത്ത കാരണം എങ്ങനെ കൊണ്ടുവന്നാൽ എങ്ങനെയാണ് പെട്ടെന്ന് തീർന്നു പോയ കസ്റ്റമേഴ്സ് ചോദിക്കും, ഇത് എന്താ പെട്ടെന്ന് തീർന്നു പോയെന്ന്. പക്ഷെ ചില പ്രൊഡക്റ്റുകൾ അങ്ങനെയാണ്, നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് ആയിരിക്കും കിട്ടുക. അതുകൊണ്ട് നമ്മൾ ലിമിറ്റഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ തന്നെ ചെയ്യാം. വളരെ ലിമിറ്റഡ് സ്റ്റോക്കാണ്, പെട്ടെന്ന് തന്നെ ഓർഡർ എടുക്കുക. 3 പീസ് സെറ്റാണ് വരുന്നത്. നേരത്തെ നമ്മൾ വൈറ്റ് അല്ലെങ്കിൽ വൈറ്റ് ത്രെഡിൽ വരുന്ന ചിക്കൻ കാരിയാണ് കണ്ടത്, അതായത് നോർമൽ കളറുമ്പോൾ വൈറ്റ്. ഇത് ആ സെൽഫ് ആയിട്ടുള്ള കളർ തന്നെയാണ് വരുന്നത്. ഇത് കളർ നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ. അതിനകത്തേക്ക് നല്ല രസത്തിൽ ചിക്കൻ കാരി വർക്ക് കൊടുത്തിട്ടുണ്ട്. ഓവറോൾ താഴത്തേക്കും അതിൻ്റെ ഒരു ത്രെഡ് വർക്കും കാര്യങ്ങളും പോയിട്ടുണ്ട്. സാൻഡൂണിൻ്റെ ബോട്ടമാണ് വരുന്നത്. 1 സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സാൻഡൂണിൻ്റെ ബോട്ടം, ഈ ബാക്കി ഇത് ടോപ്പും ഷാളും വരുന്നത് ജോർജറ്റാണ് മെറ്റീരിയൽ. ജോർജറ്റ് 1 സൈഡ് നല്ല ഹെവി ആയിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട്. സ്കാലപ്പ് ബോർഡറാണ് കൊടുത്തിട്ടുള്ളത്. ഷാളിൻ്റെ ഇങ്ങേ തലയ്ക്ക് ഇതുപോലെ തന്നെ സ്കാലപ്പ് ബോർഡർ. ഇവിടെ സ്കാലപ്പ് ബോർഡർ മാത്രമേ വരുന്നുള്ളൂ, ഈ വർക്ക് ഇല്ല കേട്ടോ. ഓവറോൾ ത്രെഡ് വർക്കും കാര്യങ്ങളും പോയിട്ടുണ്ട്. ഓക്കെ, നല്ലൊരു പാർട്ടി വെയർ കളക്ഷനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. കാരണം നല്ല രസമുണ്ട്, ഭയങ്കര സെൽഫ് ടോണിൽ തന്നെയാണ് അതിൻ്റെ ത്രെഡും കാര്യങ്ങളൊക്കെ പോയിട്ടുള്ളതുകൊണ്ട് തന്നെ കാണാൻ നേരത്തത് വേറൊരു പാറ്റേൺ, ഒരു സ്ട്രക്ചറും ഒരു ഭംഗിയും ആണെങ്കിൽ ഇത് വേറൊരു രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പം ഇങ്ങനെ വരുന്നത് M2XXL സൈസസിലാണ് കുർത്തി അവൈലബിൾ ആയിട്ടുള്ളത്. പ്രൈസ് വരുന്നത് 1099 ആണ് കേട്ടോ. 1099 രൂപയാണ് വരുന്നത്. സ്ലിറ്റഡ് ആണ്, ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത്. കാണാൻ നല്ല രസമുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ. കണ്ടോ, ഞാൻ ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ കാണിക്കാം. ഷാള് പ്രത്യേകിച്ച് നിവൃത്തി കാണിക്കണമെന്നില്ല. അത് കണ്ടോ, ഇങ്ങനെയാണ് ഞാൻ ഇട്ടിട്ടുള്ള രീതിയിൽ തന്നെ, ഇനി പ്രത്യേകിച്ച് കാണിക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. ബോട്ടം വന്നിട്ട് മെറൂൺ കളറിലെ സാൻഡൂണിൽ വരുന്ന ബോട്ടമാണ് വരുന്നത്. ഇതിന് 1 സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഡെപ്തിലേക്ക് കൈ ഇറക്കത്തക്ക രീതിയിൽ തന്നെയാണ് വരുന്നത്. 2 സൈഡും ഇലാസ്റ്റിക് പാറ്റേണിലാണ് വരുന്നത് കേട്ടോ. ബോട്ടത്തിന് ലെങ്ത്ത് വരുന്നത് നിങ്ങൾക്കൊരു ആംഗിൾ ലെങ്ത്തിലേക്കായിരിക്കും വരിക. കാരണം ഒരു 36 to 37 ആ റേഞ്ചിലേക്കാണ് ബോട്ടത്തിന്. എനിക്ക് ഇത് കറക്റ്റാണ്, ഇറങ്ങിയിട്ടും അല്ല കയറിയിട്ടും അല്ല, കറക്റ്റാണെന്ന് പറഞ്ഞ മാതിരിയാണ്. സാധാരണ എനിക്ക് 39 വരുന്ന ചുരിദാറുകൾ ഞാനിവിടെ മടക്കിയൊക്കെയാണ് കാണിക്കാറ്, കാരണം ഇച്ചിരി ലെങ്ത്ത് കൂടുതലോ. ഇതെനിക്ക് കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ലെങ്ത്ത് ബോട്ടത്തിന് ഞാൻ പറഞ്ഞു 36 to 37 ആണ്. ആംഗിൾ ലെങ്ത്തിൽ വരുന്നതായിരിക്കും നിങ്ങൾക്ക് ലെങ്ത്ത് ഉള്ളവർക്കൊക്കെ. അപ്പോൾ അതെല്ലാവരും ഒന്ന് മനസ്സിൽ വിചാരിച്ചേക്കണം. ഇനി എല്ലാ കുഴപ്പമില്ല. ബോട്ടം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ മെറൂൺ ബോട്ടം ഉണ്ട്, അല്ലെങ്കിൽ ലെഗിൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം.
ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ കൃത്യമായിട്ട് മെഷർമെൻ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഡാമേജ് ആയ പ്രൊഡക്റ്റിന് മാത്രമേ റിട്ടേൺ ഉള്ളൂ. സൈസ് കളർ എന്നൊന്നും പറഞ്ഞ് നമുക്ക് റിട്ടേൺ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ എടുത്ത് പറയുന്നത്. നിങ്ങളത് മനസ്സിൽ വെച്ചേക്കണം. നിങ്ങൾക്ക് തോന്നും ഇത് ഭയങ്കര സിമ്പിളല്ലേ, നമുക്കിത് നിങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ റിട്ടേൺ എടുത്തുകൂടെ, നിങ്ങൾക്കത് സെയിൽ ചെയ്തുകൂടെ. അതൊന്നും പോസിബിൾ അല്ല. നിങ്ങൾ വിചാരിക്കുന്ന മാതിരി ഇപ്പോൾ സമയമില്ല. വാച്ച് കെട്ടാൻ മറന്നുപോയി. എടുക്കുന്ന സമയം ഏതാണ്ട് 11:30 സമയമാണ് രാത്രി. അപ്പോൾ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പം നിങ്ങൾ ഒരു സൈസ് ഇഷ്ടമായില്ല, കളർ ഇഷ്ടമായില്ല എന്നൊന്നും പറഞ്ഞ് നമുക്ക് റിട്ടേൺ അതിൻ്റെ പുറകെ ഇരിക്കാനുള്ള സമയമില്ല. അതുകൊണ്ടാണ് നമ്മൾ തീർത്തും അത് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് റിട്ടേൺ ഡാമേജ് ആയ പ്രൊഡക്റ്റിന് മാത്രം. അത് കുഞ്ഞ് ഡാമേജ്, ഒരു കുഞ്ഞ് കുത്തുണ്ട്, അല്ലെങ്കിൽ ഒരു ചെറിയ എന്തോ കളറായിട്ടുണ്ട്, വാഷ് ചെയ്താൽ അത് പോകുമായിരിക്കാം. അപ്പോൾ പിന്നെ അങ്ങനത്തെ കേസുകളൊക്കെ നിങ്ങൾ മാക്സിമം ഒഴിവാക്കണം. നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല, അത് ഇത്രയും കീറിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റിച്ചിങ് ശരിയല്ല, അല്ലെങ്കിൽ കട്ടിങ് ശരിയല്ല, അങ്ങനെയൊക്കെയുള്ള കേസുകൾക്ക് നമുക്ക് റിട്ടേൺ ഉറപ്പായും എടുക്കും. നമുക്കത് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ നമ്മൾ അറിയാണ്ട് കണ്ണിൽ പെടാത്ത എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ കേസുകളൊക്കെ നമുക്ക് ഡാമേജ് യാതൊരു പ്രശ്നമില്ല, നമ്മൾ റിട്ടേൺ ചെയ്യുന്നതാണ്. അത് മാനുഫാക്ചേഴ്സും തിരിച്ചെടുത്തോളും. അല്ലാത്ത ചെറിയ ചെറിയ കേസുകൾ പറഞ്ഞ് നിങ്ങൾ മാക്സിമം റിട്ടേൺ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഉണ്ടോ? ഇതാണ് കേട്ടോ കുർത്തി വരുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ജോർജറ്റ് മെറ്റീരിയലിലാണ് വരുന്നത്. പുറകുവശം പ്ലെയിൻ ആണ്, സ്ലിറ്റഡ് ആണ്, ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഷാളും നല്ല ഭംഗിയുള്ള ഷാളാണ്, നല്ല നീളവും വീതിയും ഒക്കെ ഉണ്ട് ഷാളിന് കേട്ടോ. സെയിം മെറ്റീരിയൽ, സെയിമിൽ ജോർജറ്റ് മെറ്റീരിയലിൽ തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ M2XXL 1099 ലിമിറ്റഡ് സ്റ്റോക്കാണ്. പെട്ടെന്ന് ഓർഡർ ചെയ്യണം. വേണമെന്നുണ്ടെങ്കിൽ കിട്ടാത്തവർ പരിഭവം വിചാരിക്കരുത്, അവിടെ സ്റ്റോക്ക് ഉണ്ടായില്ല, അതുകൊണ്ടാണ്. ഇനി അത് അവർ റീസ്റ്റോക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീണ്ടും കൊണ്ടുവരുന്നതായിരിക്കും. അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് കിട്ടില്ലെന്നൊരു കളക്ഷനാണ്. ഇത് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു ക്രഷ്ഡ് ടിഷ്യൂ വരുന്ന ഒരു മെറ്റീരിയലാണ്. ഭയങ്കര ഒരു ഷൈനിങ്ങും ഇതിനകത്തൊരു സിൽവർ ലൈനിങ്ങിൻ്റെ പോലെ ഇതുണ്ട് കേട്ടോ. നല്ല രസമുള്ളൊരു മെറ്റീരിയലാണ്. ഇതിൻ്റെ യോക്ക് ഏരിയ കാണാൻ നല്ല ഹെവി ആയിട്ട് സെൽഫ് ത്രെഡ് വർക്കും അതുപോലെ തന്നെ എന്താ പറയുക ചെറിയ സീക്വൻസ് വർക്കൊക്കെ കൊടുത്തിട്ടാണ് ഇതിൻ്റെ യോക്ക് ഏരിയ നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഓവറോൾ ഈ മെറ്റീരിയൽ ഭയങ്കര രസമായിട്ടുള്ളൊരു മെറ്റീരിയലാണ്. അതൊക്കെ പുറമെ കട്ട് വർക്കിൽ വരുന്നതാണ് ഇതിൻ്റെ ഷാൾ കേട്ടോ. ഭയങ്കര രസമായിട്ടുണ്ട് കണ്ടോ. കട്ട് വർക്കിൽ ഇങ്ങനെ നല്ലൊരു ഫ്ലോറൽ പ്രിൻറ്റിൻ്റെ ഡിസൈനിലാണ് ഇവിടെ സ്ലീവല്ല, ഷാളിൻ്റെ ഇങ്ങേ തലയും ഒരു ഫ്ലോറൽ ഡിസൈൻ പോലെയാണ് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെയാണ് ഒരു കട്ട് വർക്കിലാണ് വരുന്നത്. നല്ല രസമുള്ള സെയിം മെറ്റീരിയലിൽ വരുന്ന ഷാളും കൂടിയാണ് വരുന്നത്. ഇത് 2 പീസാണ്, അതായത് ടോപ്പും ഷാളും കൂടി വരുന്ന സെറ്റാണ് കേട്ടോ. ഇച്ചിരി പ്രീമിയം ലെവൽ അല്ലെങ്കിൽ ഒരു പ്രീമിയം സ്ട്രക്ചറൊക്കെയാണ് ഇതിന് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1049 ആണ്. M2XXL സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യാൻ. നമുക്കിതിങ്ങനെ വളരെ റയറായിട്ടാണ് കിട്ടുന്നത്. എപ്പോഴും നമ്മളിടുന്ന പാറ്റേണുകൾ വിട്ട് നല്ല രസമുള്ള ഒരു കളറാണ്. ഇത് കളർ വന്നിട്ട് ഒരു പാരറ്റ് ഗ്രീൻ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കളറാണ് വരുന്നത് കേട്ടോ. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. ബോഡി പോർഷൻ ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത്. നല്ല മെറ്റീരിയലാണ്. കുർത്തിയുടെ ലെങ്ത്ത് വരുന്നത് 45 to 46 റേഞ്ചിലേക്ക് ലെങ്ത്ത് വരുന്നുണ്ട്. നിങ്ങൾക്ക് സെയിം കളറിലുള്ള ബോട്ടം ധരിക്കാം, അല്ല നിങ്ങൾക്ക് ഇതിന് മാച്ച് ആവുന്ന രീതിയിൽ ഏതാണെങ്കിലും ഇഷ്ടമുള്ള ബോട്ടം ഇതിന് ധരിക്കാവുന്നതാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. ഇപ്പം ഞാൻ കൂടുതലും സ്കിൻ കളറുകളാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഷാൾ തന്നെയാണ്. കാണാൻ നല്ല രസമാണ്. കട്ട് വർക്ക് ഇങ്ങനെ നല്ല രസത്തിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്തും എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഭയങ്കര റിച്ച് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് ഓവറോൾ ലുക്ക് വരുന്നത്. കാണാൻ നല്ല നല്ല രസമുള്ള ഒരു കളറാണ്. നമ്മൾ ഈ ഒരു ഗ്രീൻ കളർ നമുക്ക് എപ്പോഴും അങ്ങനെ കിട്ടുന്നതല്ല. പിന്നെ അതിനകത്ത് ഈ ഒരു ഷൈനിങ് കൂടിയൊക്കെ ആകുമ്പോൾ ഇതിനകത്ത് ഓവറോൾ വേറെയും ത്രെഡ് വർക്കും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് കേട്ടോ ഷാളിൽ. ഞാൻ്റെ ഒരു ക്ലോസ് റിവ്യൂ നിങ്ങൾക്ക് കാണിക്കാം. ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും പോയിട്ടുള്ളത്. സെൽഫായിട്ടുള്ള ത്രെഡിൽ തന്നെയാണ് ആ വർക്ക് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഷാള് ഞാൻ പറഞ്ഞു, ഓവറോൾ ഞാൻ കാണിച്ചു കഴിഞ്ഞു. പിന്നെ അത് ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇങ്ങനെയാണ് വരുന്നത്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. ബോഡി പോർഷൻ ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത്. പുറകുവശം ഇങ്ങനെ കണ്ട ഒരു സിൽവർ ഗ്ലേസിങ് ഇതിൻ്റെ കൂടെ പോകുന്നുണ്ട്. ഒരു ക്രഷ്ഡ് ആയിട്ടുള്ളൊരു ടിഷ്യൂ പോലത്തെ മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ.
ഇച്ചിരി പ്രീമിയം ലെവലിൽ നിൽക്കുന്നതാണ്. ഇനിയിപ്പോൾ നമ്മുടെ പെരുന്നാൾ സീസൺ വരുന്നുണ്ട്, നല്ല നമുക്ക് കിടക്കാച്ചയായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന റേറ്റാണ്, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യാം. M2XXL 1049 ആണ് പ്രൈസ് വരുന്നത്. ഇതിൻ്റെ തന്നെ വേറൊരു കളറും കൂടി ഉണ്ട്, അതും കൂടി കാണാം. അടുത്ത കളർ വന്നിട്ടുള്ളത് ഇതാ ഇങ്ങനൊരു ലാവൻഡർ ഷെയ്ഡാണ്. ലാവൻഡർ എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഡാർക്ക് ആയിട്ടുള്ളൊരു ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ. ഇന്നത്തെ വർക്ക് നിങ്ങൾക്ക് എക്സാക്റ്റ് കാണാൻ പറ്റുന്നുണ്ടാവും. ഇത്രയും ഭാഗം നല്ല ഹെവി ആയിട്ട് ത്രെഡ് വർക്കാണ്, മെഷീൻ എംബ്രോയിഡറി വർക്കാണ് പോയിട്ടുള്ളത്. അതിനകത്ത് സീക്വൻസ് വർക്കൊക്കെ കൊടുത്ത്, അതുപോലെ തന്നെ മെറ്റീരിയലിന് തന്നെ ഒരു ചെറിയ ഗ്ലേസിങ്ങും കാര്യങ്ങളും പോകുന്നുണ്ട്. ഇപ്പം ഇതിൻ്റെ വർക്ക് കണ്ടോ, ഇങ്ങനൊരു കട്ട് വർക്ക് കൊടുത്ത് അതുമ്മേയും ഏറ്റവും പുറമിലേക്ക് ഒരു ത്രെഡ് വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തേക്കണതാണ്. അതുമാതിരി തന്നെ ഈ ഭാഗത്ത് കംപ്ലീറ്റ്ലി നല്ല രസത്തിൽ ത്രെഡ് വർക്കും കട്ട് വർക്കും ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെയാണ് ഓവറോൾ കുർത്തിയുടെ ഒരു സ്ട്രക്ചർ വരുന്നത്. 2 പീസാണ്. കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് 3 പീസ് പോലെ തോന്നും, പെട്ടെന്ന് ഓർഡർ എടുക്കരുത്. 2 പീസാണ് വരുന്നത്. എക്സാക്റ്റ് നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ഷിമ്മറിലുള്ള ലെഗിൻസൊക്കെ ഇല്ലേ, അതൊക്കെ മേടിച്ചിട്ടാൽ ഇതിന് നല്ല മാച്ച് ആയിരിക്കും കേട്ടോ. നല്ല രസമാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1049 ആണ്. 1049 രൂപയാണ് വരുന്നത് കേട്ടോ. മീഡിയം ടു XXL സൈസസിലാണ്. ലാസ്റ്റ് ആയപ്പോഴേക്ക് ഏതാണ്ടൊക്കെ കിളി പോയ അവസ്ഥ. ഇപ്പോൾ സമയം ഏതാണ്ട് 12:15 കഴിഞ്ഞു കേട്ടോ. രാത്രിയാണെന്ന് ആലോചിക്കണം. നമുക്ക് ഈ സമയത്ത് ഫ്രീ കിട്ടുന്നുള്ളൂ. കുഞ്ഞു കൊച്ചുണ്ട്, അവനാണെങ്കിൽ ഓരോ ദിവസം ചെല്ലുന്നവരും വാശിയും കുറുമ്പും കൂടുതലാണ്. വീട്ടിലൊരു ചേച്ചി ജോലിക്ക് വരുന്നുണ്ടായിരുന്നു. ആ ചേച്ചിയുടെ ഹസ്ബൻഡിന് സുഖമില്ലാത്ത കാരണം മൊത്തത്തിൽ തകിടം മറിഞ്ഞ് കിടക്കാണ്. പിന്നെ നമുക്ക് പർച്ചേസ് സെയില് സീസൺ ആകുമ്പോൾ അതിൻ്റെ തിരക്ക്, പിന്നെ എനിക്ക് വേറെയും കുറേ തിരക്കുകളുണ്ട്. അതിൻ്റെ കാരണം നമ്മൾ ഓൾമോസ്റ്റ് അടുത്ത ആഴ്ച പൊട്ടിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അതൊരു വലിയ സർപ്രൈസാണ് കേട്ടോ. ഞങ്ങൾക്ക് എല്ലാ പ്രാവശ്യമാതിരി ഒരു ഹൈപ്പിൽ അങ്ങ് പറയുന്നില്ല എന്നുള്ളൂ. ഒരു വലിയ സർപ്രൈസ് പൊട്ടിക്കാനുണ്ട്. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത്. മൊത്തത്തിൽ ഉള്ള എല്ലാ കളക്ഷൻസും ഇന്നത്തെ ഇതോടുകൂടി തീരുകയാണ്. അപ്പോൾ ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ മിസ് ചെയ്യാണ്ട് തന്നെ പർച്ചേസ് ചെയ്യുക. കാരണം എല്ലാതും നല്ല പാർട്ടി വെയർ കളക്ഷനാണ്. ചിലർക്ക് പല രീതിയിലാണ്, ചിലർക്ക് 2 പീസായിട്ടോ അല്ലെങ്കിൽ 3 പീസായിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ചിക്കൻ കറി കാത്തിരിക്കുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ എടുക്കുക. അതുപോലെ നമുക്കിനി പെരുന്നാൾ വരുന്നുണ്ട്, ഈസ്റ്റർ വരുന്നുണ്ട്, വിഷു വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നതുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. ചിലർക്ക് ഇപ്പോൾ ഈസ്റ്ററിന് ആർക്കെങ്കിലും പ്രസൻറ്റ് കൊടുക്കാനുള്ള സാരി ആയിരിക്കും. ആരോണ്ടൊക്കെ എന്നോട് ലൈറ്റ് ചാർട്ടിലുള്ള സാരി ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മാക്സിമം ഞാൻ കൊണ്ടുവരാൻ പറ്റുന്നത് ആ ടൈപ്പിലുള്ള കളക്ഷൻസ് കൊണ്ടുവരാം. വിഷു കളക്ഷൻസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് നമുക്കറിയാം. ടിഷ്യൂ അങ്ങനെയുള്ള ഐറ്റംസ്, സാരികൾ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡാവണി വേണോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് യൂട്യൂബിൽ കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. എല്ലാവരുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. എന്നെക്കൊണ്ട് ഞാൻ പെട്ടെന്ന് സ്റ്റോക്ക് എടുക്കാനൊക്കെ പോകുമ്പോൾ അയ്യോ ഇതാരോ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ എടുത്തിട്ട് വരും. ചിലപ്പോൾ നമ്മൾ അപ്പോഴായിരിക്കും ഓർക്കുക. അപ്പോൾ എങ്ങനെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ യൂട്യൂബിൽ കമൻ്റായിട്ട് തന്നെ പറയാം കേട്ടോ. അപ്പോൾ കമൻറ്റുകളെല്ലാം ഞാൻ വായിക്കാറുണ്ട്. അപ്പോൾ അതിൽ പറയാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.